നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വൈശാഖില്ലേ? ഇല്ല. വൈശാഖ് ഇവിടെ ഉണ്ടെന്ന് കരുതിയാ ഞാൻ വന്ന് ബെല്ലടിച്ചതേ. സോറി. അതെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. അതെ, ഞാൻ എന്നാ പിന്നെ വരാം. അവള് തിരികെ വിളിക്കുന്നില്ലല്ലോ. വൈശാഖ എവിടെ പോയതാ? കടയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ പോയതാ. ഓ, അല്ല, ഉടനെ വരൂ. ഒരു കാര്യം സംസാരിക്കാനാ. ഉടനെ വരുമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ വന്നതല്ലേ, ഒരു 2 മിനിറ്റ് കാത്തിരുന്നിട്ട് പോകാം. അല്ല, എന്തിനാ അകത്തേക്ക് ക്ഷണിക്കാതെ? വരൂ. ഓ, എന്താ മൈഥിലിക്കുട്ടി ഒരു ക്ഷീണം പോലെ? ഏയ്, ഒന്നുമില്ല. ദേ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അല്ല, എന്തേലും തീരുമാനം എടുത്തോ? ഇത് പിടിക്കേ. എന്താ ഇത്? ആദ്യം ഇത് പിടിക്ക്. ഇതെന്താണെന്നറിയോ? ഇല്ല. 1 മാസത്തെ സാലറി അഡ്വാൻസ്. അയ്യോ, അതിന് ഒന്നും പറയണ്ട. തന്നത് തിരിച്ചു തരാൻ ശ്രമിക്കുകയേ വേണ്ട. ഞാൻ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും എനിക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ. ഇതിരിക്കട്ടെ. അല്ല, ഇതാരാ? സ്വാമിനാഥൻ സാറ്? അല്ല, സാറെപ്പോഴാ വന്നേ? എന്താ അനിയായത്? ഒരു പെൺകുട്ടിയെ തനിച്ചാക്കിയിട്ട് അനിയനിത് എവിടെ പോയതാ? അയ്യോ സാറേ, ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങാൻ കട വരെ പോയതാ. അല്ല, എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഞാൻ അനിയനെ തിരക്കി ഇവിടെ വന്നപ്പോ അനിയൻ ഇവിടെ ഇല്ല. ഓ, പിന്നെ പണത്തിന് ആവശ്യമുള്ളതല്ലേ. ഞാൻ 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കെ. ഞാൻ പോയിട്ട് വരാം. വൈശാഖേ, ഞാൻ അയാളുടെ കൂടെ ജോലിക്ക് പോവാന്നൊന്നും സമ്മതിച്ചിട്ടില്ല. അതിനു മുമ്പേ ഈ ശമ്പളത്തിന്റെ അഡ്വാൻസ് എന്നെ അടിച്ചേൽപ്പിച്ചത് എന്തിനാ? എടീ, അതാണ്ടി അങ്ങേരുടെ ഒരു സന്മനസ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം കരുതിയെങ്കിൽ അതിലൊരു തെറ്റുമില്ല. സന്മനസ്? അയാളുടെ ആ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എടീ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. നീ വന്നേ, നമുക്കേ ഭക്ഷണം കഴിക്കാം, വാ. അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് വൈശാഖില്ലാത്ത സമയം നോക്കി അയാൾ ഇങ്ങോട്ട് വരുന്നത്. മോനെ ജയരാമേ, കാര്യങ്ങൾ നിന്നോട് ജഗദീഷ് പറഞ്ഞു കാണുമല്ലോ? പറഞ്ഞ. എന്നാൽ നറുക്കെടുപ്പിൽ പങ്കെടുക്ക്.
ജഗദീഷേ, അച്ഛാ. ആ ദാ അച്ഛാ. എന്താ ഇത്? ജയറാം, ചെമ്പകമംഗലത്തെ കുടുംബത്തിലുള്ളവരാ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടതും പൂജ ചെയ്യേണ്ടതും, അല്ലാതെ കണ്ട ജയിൽ പുള്ളികളല്ല. രാജലക്ഷ്മി, മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് വല്ലാത്ത ക്രൂരതയാണ്. ക്രൂരത കാണിച്ചത് ആരാണെന്ന് അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കട്ടെ. ജയരാമനെ തറവാട്ടിലെ മൂത്ത മകനാണ്. അവൻ എന്റെ മകനല്ല. ഇവരെന്റെ പ്രിയപ്പെട്ട മകനാണെന്നും അവനെ നീ പ്രസവിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവനെ ഞാൻ ഈ ജന്മം അംഗീകരിക്കില്ല. എങ്കിൽ എന്റെ ഈ മകന് വേണ്ടി എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഇതൊരു താക്കീതോ വെല്ലുവിളിയൊന്നുമല്ല. ഇത് ചങ്കുപിടിഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ ധർമ്മസങ്കടമാണ്. നേരിപ്പടയുന്ന വേദനയാ. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങി മരിച്ചോളാമേ. അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള പ്രതികാരം അടങ്ങട്ടെ. മോനെ, ഏട്ടാ, ഇതെത്തിരി കൂടുതലാമേ. കഷ്ടം. നമുക്ക് നിറക്കെടുപ്പ് ആരംഭിക്കാം. ഇനി ആരെങ്കിലും പേരെഴുതിയിടാനുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല. എങ്കിൽ പിന്നെ പെട്ടെന്നാവട്ടെ. അമ്മായി. ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.